എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 23, 24, 25, 26 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ബ്രഹ്മസ്തുതി തുടരുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. ഏകസ്ത്വമാത്മാ പുരുഷ പുരാണ സത്യ സ്വയം ജ്യോതിരനന്താദ്യ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജന പൂർണോദ്വയോ മുക്തൗപാധിതോ മൃത. ഏകനായ നിന്തിരുവടി തന്നെ സത്യസ്വരൂപൻ. എന്തുകൊണ്ടെന്നാൽ ആത്മാവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ദൃശ്യമായ സകലവും അസത്യം, ദ്രഷ്ടാവായ ആത്മാവ് സത്യം. ഏതിന് വികാരമുണ്ടോ അത് അസത്യം. ദേഹാദി പ്രപഞ്ചത്തിന് ജന്മാദി വികാരങ്ങളുണ്ട്, അതിനാൽ പ്രപഞ്ചം അസത്യം. നിന്തിരുവടി ജന്മാദി വികാരശൂന്യൻ, അതിനാൽ സത്യസ്വരൂപൻ. ചരാചര സ്വരൂപമായ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉള്ളതായതുകൊണ്ട് അങ്ങ് ആദ്യനാകുന്നു. അതുകൊണ്ട് അവിടുന്ന് ജന്മഹീനൻ. ആദ്യനാകുന്നത് എന്തുകൊണ്ടാ? പുരാണൻ, മുമ്പ് തന്നെ എന്ന് വെച്ചാൽ നൂതനൻ. കാര്യമായ ജഗത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ളവനായതുകൊണ്ട് ജന്മഹീനൻ. കാലതത്വത്തിന്റെയും ഉൽപ്പത്തി ഭഗവാനെ അവിടുന്ന് നിന്നാകയാൽ നിന്തിരുവടിയിൽ നിന്ന് ആയതുകൊണ്ട് കാലനിമിത്തമുള്ള പരിച്ഛേദമില്ലാത്തവൻ, അതിനാൽ നൂതനൻ. കാര്യത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പേ ഇരിപ്പുള്ളവനാവുകയാൽ കാരണസ്വരൂപൻ. കാര്യോൽപ്പത്തിക്ക് മുൻപേ ഇരിപ്പുള്ളവൻ എന്ന് പറയാൻ കാരണം എന്താ? നിന്തിരുവടി പുരുഷനാകുന്നത് കൊണ്ട് തന്നെ. പൂർവമേവാഹമിഹാസമിതി തൽപുരുഷസ്യ പുരുഷത്വം എന്ന് ആണ് ഇവിടെ ശ്രുതിവാക്യം. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കൊണ്ട് ജനന രൂപമായ വികാരം ഇല്ലെന്ന് ഉറപ്പിച്ചതിന്റെ ശേഷം ജന്മാന്തരമുള്ള വികാരമില്ലാത്തവൻ എന്ന് കാണിക്കുന്നു. ഭഗവാനെ അവിടുന്ന് നിത്യനാകുന്നു, അതിനാൽ എന്നുമുള്ളവൻ, അതുകൊണ്ട് എങ്ങും നിറഞ്ഞവൻ ആകയാൽ എപ്പോഴും സുഖസ്വരൂപനും നാശരഹിതനും അമൃതസ്വരൂപനുമാകുന്നു. അതിനാൽ വൃദ്ധി, പരിണാമം, അപക്ഷയം, വിനാശം എന്നീ വികാരങ്ങളൊന്നുമില്ലാത്തവനാണ്. നിന്തിരുവടി അനന്തനും അദ്വയനുമാകുന്നത് കൊണ്ടാണ് പൂർണ്ണൻ എന്ന് പറഞ്ഞത്. അങ്ങയെ കൂടാതെ അന്യപദാർത്ഥത്തിന് സത്യത്വമില്ലാത്തത് കൊണ്ട് പരിപൂർണനും അത് നിമിത്തം അപരിച്ഛേദ്യനുമാകുന്നു. അതിനാൽ ദേശം, കാലം, വസ്തു എന്നിവയാൽ പരിച്ഛേദമില്ലാത്തവൻ. ഇങ്ങനെയുള്ള ആ പരിച്ഛേദമില്ലാത്തത് കൊണ്ട് സിദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ അവിടുന്ന് സ്വയം ജ്യോതിസ്വരൂപനാകുന്നു. അന്യമായ പ്രകാശം അങ്ങയെ പ്രകാശിപ്പിക്കുന്നില്ല. നിന്തിരുവടിയുടെ പ്രഭയാൽ സൂര്യാദി തേജോധാമങ്ങൾക്ക് കൂടി പ്രകാശിക്കുന്നു എന്നർത്ഥമായിട്ടുള്ള യസ്യ ഭാസ സർവമിതം വിഭാതി എന്ന ശ്രുതിവാക്യത്താൽ പ്രതിപാദിക്കപ്പെട്ട സ്വയം പ്രകാശ വസ്തുവാകയാൽ ഉപാധി സംബന്ധമില്ലാത്തവനും അത് നിമിത്തം നിത്യമുക്തനും, അതുകൊണ്ട് നിന്തിരുവടി തന്നെ മോക്ഷസ്വരൂപനും ആകുന്നു. ഭഗവാന്റെ തേജസ് കൊണ്ടാണ് സൂര്യചന്ദ്രന്മാരും കൂടി പ്രകാശിക്കുന്നത്. ശ്രുതിയിൽ പറയണത് യസ്യ ഭാസ സർവമിതം വിഭാതി. അസ്ഥി ജായതേ വർദ്ധതേ വിപരിണമതേ അപേക്ഷിയതേ നശ്യതി. ഇങ്ങനെയുള്ള 6 വികാരങ്ങള് നിന്തിരുവടിക്കില്ല. ആത്മാവിൽ നിന്ന് അന്യമായതിന് മാത്രമേ പ്രാപിക്കാൻ കഴിയുള്ളൂ. ആത്മസ്വരൂപനാകയാൽ അങ്ങ് പ്രാപ്യനുമല്ല. സ്വയം പ്രകാശ സ്വരൂപനാകയാൽ എങ്ങും നിറഞ്ഞ് സർവദാ പ്രകാശിക്കുന്നവനുമാണ്. അതുകൊണ്ട് ആ മുമ്പ് പറഞ്ഞ ശ്ലോകത്തില് നിത്യസുഖബോധരൂപൻ അനന്തൻ എന്ന് പറഞ്ഞതിന് ഈ ശ്ലോകം കൊണ്ട് പ്രമാണത്തിനും യുക്തിക്കും അനുസരിച്ച വിധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു.
ഏവം വിധം ത്വാം സകലാത്മനാമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ ഗുരുവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ യേതേ തരന്തീവ ഭവാനൃതാം ബുദ്ധിം. ആ മുമ്പ് പറഞ്ഞ ആ പരമാർത്ഥ സ്വരൂപത്തെ എങ്ങനെ അറിയും എന്ന് വെച്ചാൽ, ദേഹാദികളിൽ ആത്മഭാവനയാകുന്ന അറിവില്ലായ്മ നിമിത്തമാണ് നിന്തിരുവടിയാകുന്ന സത്യവസ്തുവിനെ കാണാതിരുന്നത്. അപ്പോ പ്രപഞ്ചത്തില് സത്യത്വ ബുദ്ധി ഉണ്ടായി. ഈ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ശ്രീ ഗുരുവാകുന്ന സൂര്യൻ നശിപ്പിക്കും. അപ്പോ അറിവാകുന്ന കണ്ണിന്റെ ആവരണം നീങ്ങി സ്വരൂപമായ വെളിച്ചം സിദ്ധിക്കുന്നു. അപ്പോ പ്രത്യേക ഭിന്നമായ പരമാത്മാവ് താൻ തന്നെ എന്ന് അറിയണു. അതോടെ പ്രപഞ്ചം മിഥ്യ എന്ന് അനുഭവപ്പെടുന്നു. ഇങ്ങനെ ജ്ഞാനപ്രകാശത്താൽ പ്രത്യക്കായി പ്രകാശിച്ചത് നിന്തിരുവടി തന്നെ എന്നുള്ള സാക്ഷാത്കാരം ആർക്കുണ്ടാകുന്നുവോ അവർ അസത്യമായ സംസാര സമുദ്രം കടന്നവരെന്ന പോലെ നിത്യാനന്ദ സ്വരൂപന്മാരായി ഭവിക്കുന്നു. അപ്പൊ ഈ സംസാര സമുദ്രം കടന്നവരെന്ന പോലെ എന്ന് പറയാൻ എന്താ കാരണം? സമുദ്രം സത്യമാണെങ്കിൽ മാത്രമല്ലേ അതിനെ കടക്കാൻ സാധിക്കുള്ളൂ. മിഥ്യയായാൽ അതിനെ കടക്കാൻ സാധിക്കുമോ? അപ്പൊ സന്തരണവും മിഥ്യ തന്നെ. അജ്ഞാനകാലത്തില് സത്യമെന്ന് തോന്നിയ പ്രപഞ്ചം ജ്ഞാനോദയത്തില് ആത്മസ്വരൂപമെന്ന് അനുഭവപ്പെട്ടതുകൊണ്ട് മുമ്പുണ്ടായ സംസാര ബുദ്ധി ഏതുവിധം അസത്യമോ ഇപ്പോൾ ഉണ്ടായ സന്തരണവും അതുപോലെ അസത്യം തന്നെ. അതിനാൽ ബന്ധം അവിദ്യാകൽപിതം, മോക്ഷം വിദ്യാകൽപിതം. വിദ്യയും അവിദ്യയും മായയുടെ അവസ്ഥാവിശേഷം. ആത്മാവിന് ഈ രണ്ട് അവസ്ഥയും ഇല്ല. ജീവന് ബന്ധവും മോക്ഷവും അവിദ്യയുടെയും വിദ്യയുടെയും സംബന്ധം നിമിത്തം ഉണ്ടെന്ന് തോന്നി. ആ തോന്നല് തന്നെയാണ് ജീവഭാവം. അതുതന്നെയാണ് മായ. ഗുരുവിന്റെ കടാക്ഷത്താൽ ജീവന്റെ ആ മായാരൂപമായ അജ്ഞാനം നശിച്ചതിനെ ദുഃഖ നിവൃത്തി എന്നും, പ്രത്യേക ഭിന്ന പരമാത്മാവ് തന്നെ ഞാൻ എന്നുള്ള സാക്ഷാത്കാര നിമിത്തം സ്വരൂപാനന്ദം പ്രകാശിച്ചതിനെ ആനന്ദപ്രാപ്തി എന്നും പറയുന്നു. അതാണ് അതിന്റെ സാരം. ആത്മാനമേവ ആത്മതയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തൽപ്രലീയതേ രജ്വാമഹേ ഭോഗഭവാഭവോ യഥാ. മുമ്പത്തെ ശ്ലോകത്തിലെ ജ്ഞാനം കൊണ്ട് സംസാര സമുദ്രത്തെ കടക്കുന്നു എന്നും കടന്നതുപോലെ തോന്നുന്നു എന്നും ആത്മാവിനെ ആത്മാവായിട്ട് അറിയുന്നത് അറിവ് കൊണ്ടാണെന്നും 3 വിധത്തിൽ പറഞ്ഞതിനെ ക്രമത്തിൽ പ്രതിപാദിക്കുകയാണ് ഈ ശ്ലോകത്തില്. ആത്മാവിനെ ആത്മാവായിട്ട് അറിയുന്ന ജ്ഞാനം കൊണ്ട് സംസാരം ധരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ ശ്ലോകം കൊണ്ട് ഉപപാദിക്കുന്നു, വിസ്തരിച്ചു പറയണം. പ്രപഞ്ചം ആർക്ക് എങ്ങനെ ഉണ്ടാകണു എന്നാണ് ആദ്യം പറയണത്. ആത്മാവിനെ തന്നെ യഥാർത്ഥമായ ആത്മാവെന്ന് ധരിക്കാതെ ദേഹാദികളെ ആത്മാവെന്ന് ധരിക്കുന്ന അജ്ഞാനികൾക്ക് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ, അതായത് ഈ ദേഹത്തിൽ ഞാനെന്നും എന്റേതെന്നുമുള്ള വിചാരം ഉണ്ടാവണം. ഇതിന് മോഹം, അതായത് അജ്ഞാനം എന്നൊക്കെ പേര് പറയാം. മായ ആണ് ഇതിന് കാരണം. അതസ്മിൻ തൽ ബുദ്ധിരധ്യാസ, അതല്ലാത്തതിൽ അതെന്നുള്ള വിചാരം അധ്യാസം. അതായത് അധ്യാസം എന്ന് വെച്ചാൽ മായ. ഇതാണ് അധ്യാസ ലക്ഷണം. ആത്മാവല്ലാതിരിക്കുന്ന ദേഹാദികളിൽ ആത്മാവെന്നുള്ള മോഹത്തിന് അധ്യാസം എന്ന് പേര്. അധിഷ്ഠാനത്തെ ശരിയായിട്ട് അറിയുമ്പോൾ അധ്യാസം നശിക്കുന്നു. ദേഹാദി പ്രപഞ്ചത്തിന്റെ അധ്യാസം ഏതിൽ ഭവിക്കുന്നുവോ അതാണ് പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം. അത് ആത്മാവാകുന്നു. ആത്മാവിനെ തന്നെ ആത്മാവായിട്ട് അറിയുമ്പോൾ അധ്യാസമായിട്ട് തോന്നിയ പ്രപഞ്ചം അധിഷ്ഠാനമായ ആത്മാവിൽ തന്നെ ലയിക്കണം. പ്രപഞ്ചത്തിന്റെ ഗന്ധം പോലും ഇല്ലാതെയാകുന്നു. ഇതിനൊരു ഉദാഹരണം പറയണം. മന്ദ അന്ധകാരത്തിലെ വഴിമധ്യേ കിടക്കുന്ന കയറ് കണ്ടിട്ട്, ആ ഇരുട്ടത്ത് ഒരു കയറ് കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിച്ച് അതിനെ ഭ്രമിക്കുക, ഭയക്കുക. എന്നിട്ട് ഓടിച്ചാടി ഭയപ്പെട്ട് പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കണം. അപ്പോഴാണ് ഒരു ടോർച്ച് ഒരാൾ കൊണ്ടുവന്ന് നോക്കുമ്പോ എന്താ, അത് പാമ്പല്ല, കയറാണെന്നുള്ള അറിവ്. ആ അറിവ് ഉണ്ടാവുമ്പോൾ പാമ്പാണെന്നുള്ള ബുദ്ധി നശിക്കണില്ലേ? അപ്പോ
അനർത്ഥവും നശിക്കണം. അതുപോലെ ആത്മാവിനെ തന്നെ ആത്മാവായിട്ട് ധരിക്കുമ്പോൾ പ്രപഞ്ചം ലയിക്കണു, അതുവരെ ഉണ്ടായിരുന്ന അനർത്ഥവും നശിക്കുന്നു എന്ന് സാരം. അജ്ഞാന സംജ്ഞൗ ഭവബന്ധമോക്ഷൗ ദ്വൗ നാമ നാന്യൗ സ്തൃതജ്ഞഭാവാത് അജസ്രജിത്യാത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനീ. എന്നാൽ ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം കൊണ്ട് സംസാര സമുദ്രത്തെ കടക്കുന്നു എന്ന് പറഞ്ഞത് ശരി. കടക്കുന്നുവോ എന്ന് തോന്നും എന്ന് പറയാൻ കാരണം എന്താന്നുള്ളതിനെ സ്പഷ്ടമായിട്ട് പറയണം. സംസാരബന്ധമെന്നും അതിൽ നിന്ന് മോക്ഷം എന്നുമുള്ള രണ്ട് സംജ്ഞകൾ ആത്മസ്വരൂപ ജ്ഞാനത്തിൽ നിന്നുണ്ടായി എന്ന് മാത്രമല്ലാതെ അങ്ങനെ രണ്ട് നാമങ്ങളാൽ വാച്യങ്ങളായിരിക്കുന്ന രണ്ട് ഭാവങ്ങള് പരമാർത്ഥത്തില് ഇല്ല. എല്ലാവർക്കും അനുഭവപ്പെട്ടിരിക്കുന്ന ബന്ധമോക്ഷങ്ങൾ ഇല്ല എന്ന് എങ്ങനെ പറയാ? പരമാർത്ഥ വിചാരം ചെയ്യുമ്പോൾ ഇത് രണ്ടുമില്ലാത്തതാണെന്ന് അനുഭവപ്പെടും. അഖണ്ഡ ജ്ഞാനാനന്ദ അനുഭവ സ്വരൂപനും പ്രകൃതി ബന്ധത്തിൽ നിന്ന് ദൂരെയിരിക്കുന്ന നിത്യശുദ്ധനുമായ ആത്മാവിൽ അജ്ഞാനമോ അത് നിമിത്തമുള്ള ബന്ധമോ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഇത്രയും അവിവേകമല്ലേ? അതുകൊണ്ട് തന്നെ മുക്തനായി എന്ന ജ്ഞാനവും തന്നിമിത്തമുള്ള മോക്ഷവും ഇല്ലെന്നുള്ളതും സ്പഷ്ടം. അബാധിതവും ചിൽസ്വരൂപവുമായ യാതൊരു പരമാർത്ഥ ഭാവമോ അതുമാത്രം എപ്പോഴും ഉണ്ട്. ഇതിൽ നിന്ന് അന്യമായിട്ട് ബന്ധമോ മോക്ഷമോ ഇല്ല. ഈ ഭാവത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയില് ബന്ധമോക്ഷങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരമാർത്ഥ ബോധാവസ്ഥയിൽ ഇല്ലാത്തവയാണെന്ന് അറിയുകയും ചെയ്യാം. സൂര്യൻ എപ്പോഴും ഒരുപോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തെ ചിലര് അനുഭവിച്ചറിയണു, ആ പകല് നമുക്കത് അനുഭവിക്കാം അല്ലെ? ആ പ്രകാശ അനുഭവ സമയത്തിന് അവര് ദിവസം എന്ന പേര് കൽപ്പിക്കണം. മറ്റു ചിലർക്ക് സൂര്യപ്രകാശം അനുഭവപ്പെടാതിരിക്കുന്നതിന് ചില പ്രതിബന്ധങ്ങൾ നേരിടുന്നു. ആ പ്രകാശം അനുഭവം ഇല്ലാതിരുന്ന സമയത്തിന് അവര് രാത്രി എന്ന പേര് കൽപ്പിക്കണം. പക്ഷെ സൂര്യൻ എപ്പോഴും ഉണ്ടല്ലോ. ഇങ്ങനെ കൽപ്പിതങ്ങളായ ദിവസരാത്രികൾ സൂര്യനിൽ എങ്ങനെ ഇല്ലാത്തവയോ അതുപോലെ ജ്ഞാനാവസ്ഥകളില് കൽപ്പിക്കപ്പെടുന്ന ബന്ധമോക്ഷാവസ്ഥകള് ആത്മാവിനില്ലാത്തവയാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്താൽ സംസാര സമുദ്രത്തെ കടക്കുന്നവരെന്ന പോലെ ഇരിക്കണു എന്ന് മുൻപത്തെ ശ്ലോകത്തില് വർണ്ണിച്ചത്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.